ഹലോ എവരിവൺ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് രണ്ട് നമ്മൾ റോഡ്രിക്സ് ഫോർമുലയൊക്കെ ഡിറൈവ് ചെയ്തു. ഇനി ആ സെക്ഷനിൽ എക്സസൈസിൽ വരുന്ന ഒരു പ്രോബ്ലം, രണ്ട് പ്രോബ്ലം ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോബ്ലം ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതായത് 1/√1 minus 2xt plus t square equal to p naught of x plus p1 of x into t plus p2 of x into t square plus etc plus pn of x into t raised to n plus etc. ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലെജൻഡർ പോളിനോമിയലിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. അതായത് 1/√1 minus 2xt plus t square equal to സിഗ്മ n equal to 0 to infinity pn of x into t raised to n. ഇതാണ് ലെജൻഡർ പോളിനോമിയലിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. കാരണം എക്സാമിന് തരുമ്പോൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ലെജൻഡർ പോളിനോമിയലിനെ ചിലപ്പോൾ നമുക്ക് തരുള്ളൂ. ഇങ്ങനെ ആ ഫംഗ്ഷനുമായിട്ടൊന്നും തരില്ല. അപ്പൊ നമുക്ക് സ്വന്തം അത് എഴുതാൻ പറ്റണം. അപ്പൊ നമ്മുടെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഇതാണ്. എന്തെന്ന് പറയുന്നത്, ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ദി ലെജൻഡർ പോളിനോമിയൽ ഇതാണ്. ഈ റിലേഷൻ ട്രൂ ആണ്. അപ്പോൾ assume that the relation is true, then verify that. നമ്മളോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ ട്രൂ ആണെങ്കിൽ വെരിഫൈ ചെയ്യേണ്ടത് pn of 1 equal to pn of 1 ആൻഡ് pn of minus 1 equal to pn of 1 equal to 1. pn of 1 equal to 1 ആണ്. ആൻഡ് pn of minus 1 equal to minus 1 all raised to n. ഇത് നമ്മൾ വെരിഫൈ ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് കാണിക്കേണ്ടത് അതിലത്തെ ചോദ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, ജസ്റ്റ് ഒരു മിനിറ്റ്, അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് p2n plus 1 of 0 equal to നമുക്ക് 0 എന്ന് കാണിക്കണം. പിന്നെ p2n of 0 equal to minus 1 all raised to n into 1 into 3 into etc into 2n minus 1 divided by 2 raised to n into n factor. ഇതാണ് നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം. അതായത് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എ ലെജൻഡർ പോളിനോമിയൽ തന്നിട്ടുണ്ട്. അതിന്റെ കോഎഫിഷ്യൻസ്, അതായത് pn of 1 equal to 1 ആണ് കാണിക്കണം. pn of minus 1 equal to minus 1 all raised to n ആണ് കാണിക്കണം. അപ്പൊ നമുക്കിനി അത് പ്രൂവ് ചെയ്യാം. അപ്പോൾ pn of 1 നമ്മൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്കറിയാം ഗിവൺ ദാറ്റ് നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ലെജൻഡർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ 1/√1 minus 2xt
പ്ലസ് ടി സ്ക്വയർ ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി പി എൻ ഓഫ് എക്സ് ഇൻറ്റു ടി റേസ് ടു എൻ. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കാണേണ്ടത് പി എൻ ഓഫ് 1 അല്ലേ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പുട്ട് എക്സ് ഈക്വൽ ടു 1. എക്സിന് 1 കൊടുക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താവും? 1/√1 മൈനസ് 2t പ്ലസ് ടി സ്ക്വയർ. 1 മൈനസ് 2t പ്ലസ് ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും നമുക്ക്? പി നോട്ട് ഓഫ് 1 ഇൻറ്റു പി നോട്ട് ഓഫ് 1 ടി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? പ്ലസ് പി വൺ ഓഫ് 1 ഇൻറ്റു ടി പ്ലസ് പി ടു ഓഫ് 1 ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് പി എൻ ഓഫ് 1 ഇൻറ്റു ടി റേസ് ടു എൻ പ്ലസ് എക്സെട്ര. ഇങ്ങനെ വരുമല്ലോ. ഇനി എന്താണ് നമ്മുടെ ഈ 1/√1 മൈനസ് 2t മൈനസ് ടി സ്ക്വയർ എന്ന് പറയുന്ന സാധനം? ഈ 1 നമുക്ക് അറിയാലേ? നമ്മുടെ ഈ 1 മൈനസ് 2t പ്ലസ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? 1 മൈനസ് ടി ദ ഹോൾ സ്ക്വയറിന്റെ ഇക്വേഷൻ അല്ലേ? 1 മൈനസ് ടി ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ റൂട്ട് ഓഫ് 1 മൈനസ് 2t പ്ലസ് ടി സ്ക്വയറിനെ റൂട്ട് 1 മൈനസ് ടി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? 1 മൈനസ് ടി ആണ്. അപ്പൊ നമ്മുടെ മേളിലെ ഇക്വേഷൻ എന്തായിട്ട് മാറും? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/1 മൈനസ് ടി ഈസ് ഈക്വൽ ടു പി നോട്ട് ഓഫ് 1 പ്ലസ് പി വൺ ഓഫ് 1 പ്ലസ് പി ടു ഓഫ് 1 ഇൻറ്റു പി വൺ ഓഫ് 1 ഇൻറ്റു ടി ഉണ്ട് പ്ലസ് പി ടു ഓഫ് 1 ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും. 1/1 മൈനസ് എക്സിന്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ 1/1 മൈനസ് എക്സിന്റെ എക്സ്പാൻഷൻ? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നല്ലേ? ഇപ്പൊ ഇവിടെ 1/1 മൈനസ് ടി അല്ലേ? സോ ദിസ് വിൽ ബിക്കം 1 പ്ലസ് ടി പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി ക്യൂബ് പ്ലസ് എക്സെട്ര വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്? പി നോട്ട് ഓഫ് 1 പ്ലസ് പി വൺ ഓഫ് 1 ഇൻറ്റു ടി പ്ലസ് പി ടു ഓഫ് 1 ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇങ്ങനെ പോവില്ലേ? ഇനി നമ്മൾ രണ്ട് ഇക്വേഷൻ ഈക്വൽ ആണ് അല്ലേ? ഹിയർ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണ്. നമുക്ക് എന്തിന് ഓരോ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്താൽ മതിയല്ലോ. സോ കമ്പയറിങ് ദിസ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് പി എൻ ഓഫ് 1 ഈക്വൽ ടു 1 ആണ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാം പി എൻ ഓഫ് 1 എന്ന് പറയുന്നത് ഏതിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും? അപ്പൊ കമ്പയറിങ് ദ കോഎഫിഷ്യൻസ് ഓഫ് ടി റേസ് ടു എൻ, കമ്പയറിങ് ദ കോഎഫിഷ്യന്റ് ഓഫ് ടി റേസ് ടു എൻ വി ഗെറ്റ് എന്ത് കിട്ടും നമുക്ക്? ടി റേസ് ടു എന്നിന്റെ കോഎഫിഷ്യന്റ് പി എൻ ഓഫ് 1 ആണ്. പി എൻ ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. പി എൻ ഓഫ് 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് പാർട്ട് ആയി. ഇനി അടുത്തത് നമുക്ക് പി എൻ ഓഫ് -1 ആണ് അല്ലേ? നെക്സ്റ്റ് അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി എൻ ഓഫ് -1 ഈക്വൽ ടു നമുക്ക് എന്തെന്നാ കണ്ടുപിടിക്കേണ്ടത്? -1 ഓൾ റേസ് ടു n എന്നല്ലേ? അപ്പൊ പി എൻ ഓഫ് -1. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പുട്ട് എക്സ് ഈക്വൽ ടു -1. എക്സ് ഈക്വൽ ടു -1 ഇക്വേഷനിൽ കൊടുത്താൽ എന്ത് വരും? 1/√1 മൈനസ് 2xt എന്ന് പറയുന്നത് -1 പ്ലസ് 2t പ്ലസ് ടി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും?
P0 of -1 plus P1 of -1 into T plus P2 of -1 into T square plus etc. എന്ന് പറഞ്ഞിട്ട് പോകും. ഇതെന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷനാ? 1/√of 1 plus T the whole square which is equal to P0 of -1 plus P1 of -1 into T plus P2 of -1 into T square plus etc. എന്ന് പറഞ്ഞ് പോകും. ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇതെന്ന് പറയുമ്പോൾ 1/1 plus T equal to P0 of -1 plus P1 of -1 into T plus P2 of -1 into T square plus etc. പറഞ്ഞു പോകും. 1/1 plus Tയുടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1/1 plus എക്സിൻ്റെ എന്തായിരുന്നു? ആൾട്ടർനേറ്റീവ് ആയി സൈൻ മാറില്ലേ? അപ്പോൾ 1 minus x plus x square minus x cube അങ്ങനെ, അതായത് എക്സിന് വേറെ നമ്മൾ ടി കൊടുത്തു. ഇപ്പൊ നമുക്കറിയാം അല്ലേ, ഓഡിലൊക്കെ -1ഉം ഈവനിലൊക്കെ 1ഉം ആ കോഎഫിഷ്യന്റ് വരുന്നത്. അപ്പൊ എന്ത് വരും? -1 ഹോൾ റേസ് ടു n ഇൻറ്റു ടി റേസ് ടു n പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. വിച്ച് ഇസ് ഈക്വൽ ടു P0 of -1 plus P1 of -1 into t plus etc. So comparing the coefficients of t raised to n നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടും Pn of -1 is equal to -1 all raised to n. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് P2n plus 1 of 0 ആണ് കേട്ടോ കാണണ്ടേ. P2n of 0 അല്ലെ ഇതിന്റെ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് നമുക്ക് P2n plus of 0 equal to 0 എന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? P2n of 0 equal to നമുക്ക് -1 all raised to n into 1 into 3 into etc. into 2n minus etc. into 2n minus 1 divided by 2 raised to n into n factor. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഈ ജനറേഷൻ ഫംഗ്ഷൻ. അപ്പോൾ P2n plus 1 2n അത് പ്രശ്നമില്ല, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? പുട്ട് എക്സ് ഈക്വൽ ടു 0. എക്സിന് 0 കൊടുത്താൽ നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താവും? 1/√1 minus 2xt എന്നുള്ള ടേം പോകൂലേ? കാരണം എക്സിന് 0 കൊടുത്താൽ എന്ത് വരും? 1/√1 പ്ലസ് ടി സ്ക്വയർ എന്ന് വരില്ലേ? 1/√1 പ്ലസ് ടി സ്ക്വയർ എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും നമുക്ക്? P0 of 0 plus P1 of 0 into t plus P2 of 0 into t square plus etc. എന്ന് പറഞ്ഞിട്ട് പോകും. പ്ലസ് എക്സെട്ര Pn of 0 into t raised to n plus etc. ഇങ്ങനെ പോകും. ഇതെന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറിവിടെ മക്കളെ? 1/√1 plus t square ആണേ. അപ്പൊ ഇതെന്ന് പറയുന്നത് 1/1 plus t square all raised to 1/2 എന്നല്ലേ ഈ സാധനം. P0 of 0 plus P1 of 0 into t plus P2 of 0 into t square plus etc. ഇങ്ങനെയല്ലേ ഇതുണ്ടാവുക? അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ 1 plus t square
the whole raised to minus 1 by 2 into p naught of 0 plus p1 of 0 into t plus p2 of 0 into t square plus etc എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ഇതിന്റെ എക്സ്പാൻഷൻ എന്താ? ബൈനോമിയൽ എക്സ്പാൻഷൻ. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് n എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. ഇഫ് n ഈസ് എ rational number, n is a rational number with mod x less than 1. അങ്ങനെയാണെങ്കിൽ 1 plus x the whole raised to n എന്ന് പറയുന്നത് 1 plus nx plus n into n minus 1 in by 2 factorial into x square plus n into n minus 1 into n minus 2 divided by 3 factorial into x cube plus etc. ഇങ്ങനെയാണെന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ആ ഇക്വേഷൻ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ n എന്ന് പറയുന്നത് -1/2 ആണല്ലേ, അതൊരു റാഷണൽ നമ്പർ ആണ്. x എന്ന് പറയുന്നത് നമ്മുടെ ടി സ്ക്വയർ ആണ്. സോ മോഡ് എക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ആ കണ്ടീഷൻ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇക്വേഷന്റെ എക്സ്പാൻഷൻ എന്തായിട്ട് മാറും? 1 പ്ലസ് എൻ എക്സ്, n എന്ന് പറയുന്നത് -1/2 ആണല്ലോ. അപ്പോൾ -1/2 എക്സ് എന്ന് പറയുന്നത് ഇവിടെ ടി സ്ക്വയർ ആണ്. അപ്പോൾ -1/2 ടി സ്ക്വയർ പ്ലസ് n ഇൻറ്റു എന്ത് വരും? n -1 -1/2 -1 എന്ന് പറയുന്നത് -3/2 ആവും. ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി സ്ക്വയറിന്റെ സ്ക്വയർ, അത് ടി റേസ് ടു 4 വരും പ്ലസ് എക്സെട്ര എന്ന് വരും. ഇത് എന്തിനോട് ഈക്വൽ ആണ്? നമ്മുടെ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി പി നോട്ട് ഓഫ് 0 ടി റേസ് ടു n. അപ്പോൾ ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കേ. ഈ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ? അതായത് ഓഡ് ഡിഗ്രി പവറുകളൊന്നുമില്ല. അതായത് ഇവിടെ ടിയുടെ ടേം ഇല്ല, ടി ക്യൂബിന്റെ ടേം ഇല്ല, ടി റേസ് ടു 5ന്റെ ടേം ഇല്ല. അപ്പോ ഓഡ് പവേഴ്സ് ഒക്കെ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഓഡ് പവറിന്റെ കോഎഫിഷ്യൻസ് ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ, ഓഡ് ടേംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് അപ്പൊ ഇതിനെ ഒന്ന് വൃത്തിയിൽ എഴുതുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാ വരുന്നത്. ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാവേ. 1 മൈനസ് 1/2 ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് അടുത്തത് -1/2 ഇൻറ്റു -3/2 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ടി റേസ് ടു 4. അപ്പൊ എല്ലാം ഒരു 2n. അപ്പോൾ ഫസ്റ്റ് ടേം അല്ലേ, പി നോട്ട് എന്ന് പറയുന്നത് 1, പിന്നെ P1ന്റെ കോഎഫിഷ്യന്റ് 0 ആണ്, P2ൻ്റെത് ടി സ്ക്വയർ ആണ്, പിന്നെ P3യുടെ ഇല്ല, P4ന്റെ ടി റേസ് ടു 4 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെത് 2n എന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലേ വരിക. അപ്പോൾ പ്ലസ് എക്സെട്ര അല്ലേ. ഫസ്റ്റ് ടേം 2 റേസ് ടു 0, സെക്കൻഡ് ടേം വൺ ഇൻറ്റു 2, എല്ലാം 2ന്റെ പവേഴ്സ് അല്ലേ വരുന്നത്. അപ്പോൾ nth ടേം എന്ന് പറയുമ്പോൾ ടി റേസ് ടു 2n അല്ലേ വരിക. അപ്പോൾ ഇവിടെ എത്ര വരും നമുക്ക്? -1/2 ഇൻറ്റു -3/2 ഇൻറ്റു എക്സെട്ര അല്ലേ.
അടുത്ത ടേം എന്താ വരിക? -5/2 n into n minus 1 into n minus 2 n into n minus 1 into n minus 2 എന്ന് പറയുമ്പോൾ ഇത് ഇതിൻ്റെ മൊത്തം താഴെ എഴുതാം. അപ്പോൾ -1/2 into -3/2 into -5/2 into എക്സെട്ര. നമുക്ക് n വരുമ്പോൾ അല്ലേ, സ്ക്വയർ വരുമ്പോൾ n-1 ആണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ടേം എന്തായിരിക്കും? ക്യൂബ് വരുമ്പോൾ n-2 വരും. അപ്പോൾ 2n വരുമ്പോൾ 2n-1 അല്ലേ വരിക, എക്സെട്ര ഇൻറ്റു -2n-1/2 -2n-1/2 ഉണ്ടോ? അതായത് നിങ്ങൾ ഇവിടെ നോക്കിയാലേ t⁴ വരുമ്പോൾ -3/2. ഇനി നിങ്ങൾ വേണമെങ്കിൽ നോക്കിയപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും നമ്മുടെ ഇവിടെ? -1/2 ഇൻറ്റു -3/2 ഇൻറ്റു എത്ര വരിക? -5/2 ഇൻറ്റു t⁻⁶/3 ഫാക്ടോറിയൽ എന്നല്ലേ വരിക. ആ ഫോമിൽ പോകുമ്പോൾ 2n-ന്റെ കോഎഫിഷ്യന്റിൽ എന്ത് വരും? എക്സെട്ര -2n-1/2 t⁻²n ഡിവൈഡഡ് ബൈ എത്ര വരും? n ഫാക്ടോറിയൽ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? P0 of 0 plus P1 of 0 plus P2 of 0 into t square plus etc. plus Pn of നമ്മൾ ഇത് ജനറൽ ഫോമിലാണ് കേട്ടോ എഴുതിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും ഇവിടെ പിള്ളേരെ? നമുക്ക് കാണാം ടിയുടെ ഓഡ് പവേഴ്സിനൊക്കെ ഇത് 0 ആണ്. അപ്പോൾ ഓഡ് 2n+1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് t⁻²n+1. t⁻²n+1ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ P2n+1 ഓഫ് 0. P2n+1 ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അടുത്തത് എന്ത് ചെയ്യുക? ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് നോക്കാണ്ട് t⁻²n-ന്റെ കോഎഫിഷ്യന്റ്. t⁻²n-ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് P2n ആണല്ലേ. P2n ഓഫ് 0 അതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. എല്ലാത്തിലും ഒരു മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ -1 all raised to n ഇൻറ്റു മേളിൽ കോഎഫിഷ്യൻസ് 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു എക്സെട്ര 2n-1 വരും ഡിവൈഡഡ് ബൈ താഴെ എല്ലാത്തിനും ഒരു 2 ആണ് അല്ലേ. n2 ഉണ്ട്. 2n ഇൻറ്റു n ഫാക്ടോറിയൽ എന്ന് വരും. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഇനി അതിലൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട് ആ എക്സസൈസിൽ തന്നെ. ഇതേപോലെ തന്നെ കൺസിഡർ ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ലെജൻഡർ പോളിനോമിയൽ 1/√1 മൈനസ് 2xt പ്ലസ് t സ്ക്വയർ which is equal to sigma n equal to 0 to infinity Pn of x into t⁻n. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ by
differentiating by differentiating both sides with respect to t, with respect to t, show that x minus t into sigma n equal to 0 to infinity Pn of x into t raised to n is equal to 1 minus 2xt plus t square into sigma n equal to 1 to infinity n into Pn of x into t raised to n minus 1. അതാണ് ഫസ്റ്റ് പാർട്ട്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് കിട്ടും. ഇനി ടി റേസ് ടു എന്നിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ലേ നമ്മുടെ ഈ സാധനം, ഇതിന് ഒരു ഇക്വേഷൻ എന്ന് കൊടുത്താൽ അതിൽ ടി റേസ് ടു എന്നിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു കാണിക്കണം. n plus 1 into Pn plus 1 of x is equal to 2n plus 1 x into Pn of x minus n into Pn minus 1 of x. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷനിൽ കേട്ടോ. ഇനി നമുക്ക് അസ്യൂം ദാറ്റ് പി നോട്ട് ഓഫ് എക്സ്, അടുത്ത തേർഡ് പാർട്ടാണ്, പി നോട്ട് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെന്നും പി വൺ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണെന്നും അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും അസ്യൂം ചെയ്യേണ്ട കാര്യമില്ല, അത് അങ്ങനെയാണെന്ന് നമുക്ക് നമ്മൾ റോഡ്രിക്സ് ഫോർമുല എഴുതിയില്ലേ അതിൽ നിന്ന് കിട്ടും. പി നോട്ട് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്, പി വൺ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് ലെജൻഡർ പോളിനോമിയലിൻ്റെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി അത് ഉപയോഗിച്ചിട്ട് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതാണ് പി ടു ഓഫ് എക്സ്, പി ത്രീ ഓഫ് എക്സ്, പി ഫോർ ഓഫ് എക്സ് ആൻഡ് പി ഫൈവ് ഓഫ് എക്സ്. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എക്സാമിന് പ്രോബ്ലം തരുമ്പോൾ ഇങ്ങനെ വാസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടൊന്നും തരില്ല. ഫോർ ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ലെജൻഡർ പോളിനോമിയലിനെ തരുള്ളൂ. അപ്പം നമുക്ക് എന്താ എഴുതണം, അറിഞ്ഞിരിക്കണം. ലെജൻഡർ പോളിനോമിയലിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഏതാണെന്ന് നമുക്ക് ബൈ ഹാർട്ട് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതായത് പി നോട്ട് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്, പി വൺ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണോ ഒന്നും തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. കാരണം അത് നമുക്ക് റോഡ്രിക്സ് ഫോർമുലയിൽ നിന്ന് നമുക്ക് ഓൾറെഡി ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അത് പി നോട്ട് ഓഫ് എക്സിന്റെ പി വൺ ഓഫ് എക്സിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. അത് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റത്തെ സെക്ഷനിലല്ലേ ചോദിക്കുന്നത്, അതായത് പാർട്ട് 3 അല്ലേ, അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജനറേറ്റിംഗ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ വിത്ത് റെസ്പെക്ട് ടു ടി. നമ്മുടെ ജനറേറ്റിംഗ് ഇക്വേഷൻ എന്താ, 1 മൈനസ് 2xt പ്ലസ് ടി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി Pn ഓഫ് x ഇൻറ്റു ടി റേസ് ടു n. അതായത് ഇതാണല്ലോ പി നോട്ട് ഓഫ് എക്സ് പ്ലസ് പി വൺ ഓഫ് എക്സ് ഇൻറ്റു ടി പ്ലസ് പി ടു ഓഫ് എക്സ് ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പം ഇനി എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ നോക്കുക, 1 മൈനസ് 2xt പ്ലസ് ടി സ്ക്വയർ ദ ഹോൾ റേസ് ടു മൈനസ് 1/2 വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ ഈ സാധനം സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി Pn ഓഫ് എക്സ് ഇൻറ്റു ടി റേസ് ടു n. ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെയിൻ റൂൾ പ്രകാരം ഫസ്റ്റ്
പാർട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -1/2 ഇൻറ്റു 1 മൈനസ് 2xt പ്ലസ് ടി സ്ക്വയർ. -1/2 -1 എന്ന് പറയുമ്പോൾ -3/2 ഇൻറ്റു, ഇനി 1ന്റെ ഡെറിവേറ്റീവ് 0, -2xt ഡെറിവേറ്റീവ് -2x പ്ലസ് 2t. ഇനി ഈ സ്ഥലത്ത് എന്താവും? p0 ഓഫ് x എന്ന് പറയുന്നത് 0 ആവും അല്ലേ? അടുത്തത് എന്ത് കിട്ടും? p1 ഓഫ് x പ്ലസ് 2 ഇൻറ്റു p2 ഓഫ് x ഇൻറ്റു t പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. അതായത് ഇതെന്തായിട്ട് മാറും? മൈനസ് അങ്ങ് പുറത്തേക്ക് എടുക്കുക, 2ഉം പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താവും? x മൈനസ് ടി ഇൻറ്റു 1 മൈനസ് 2xt പ്ലസ് ടി സ്ക്വയർ ദ ഹോൾ റൈസ് ടു -3/2 which is equal to സിഗ്മ n equal to 1 to infinity എന്നാവും അല്ലേ? കാരണം n equal to 0 ന്റെ ടേം പോയി. എന്ത് വരും? pn ഓഫ് x ഇൻറ്റു ടി n മൈനസ് 1 ടി റേസ് ടു n മൈനസ് 1 എന്ന് വരും. പിന്നെ n ഇൻറ്റു ടി റേസ് ടു n മൈനസ് 1 കേട്ടോ. ഒരു n ഉണ്ടായിരുന്നേ, അത് വിട്ട് വരും. അതായത് pn ഓഫ് x ഇൻറ്റു n ഇൻറ്റു ടി റേസ് ടു n മൈനസ് 1 എന്നാവും. ഇനി ഈ -3/2 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എന്തെന്ന് എഴുതാം? -1/2 -1 എന്ന് എഴുതാലോ. ഇതിനെ നമുക്ക് -1/2 ഇൻറ്റു -1 അല്ലേ? a⁻m ഇൻറ്റു a⁻n അല്ലേ a⁻m പ്ലസ് n എന്ന് നമ്മൾ എഴുതുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിന് എന്തെന്ന് എഴുതാം? ഇത് x മൈനസ് ടി ബൈ 1 മൈനസ് 2xt പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു 1/√1 മൈനസ് 2xt പ്ലസ് ടി സ്ക്വയർ which is equal to എന്തെന്ന് എഴുതാൻ പറ്റും? ഇത് summation n equal to 1 to infinity pn of x into n into t raised to n minus 1 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് ഓൾറെഡി അറിയാം 1/√1 minus 2xt into t square എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലോ. ഇതെന്ന് പറയുമ്പോൾ x മൈനസ് t, ഇതാണ് ഇവിടെ തന്നെ ഇരുന്നത്. 1 മൈനസ് 2xt പ്ലസ് ടി സ്ക്വയർ. ഇതിന് പകരം നമുക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം? സമ്മേഷൻ n equal to 0 to infinity pn of x into t raised to n which is equal to എന്തെന്ന് കൊടുക്കാം നമുക്ക്? സമ്മേഷൻ n equal to 1 to infinity n into pn of x into t raised to n minus 1. ഇനി ഇതിന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ നമ്മൾ ഡിനോമിനേറ്ററിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ x മൈനസ് ടി ഇൻറ്റു സമ്മേഷൻ n equal to 0 to infinity pn of x into t raised to n equal to 1 minus 2xt plus t square into summation n equal to 1 to infinity n into pn of x into t raised to n minus 1. അതായിരുന്നല്ലോ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. അതായത് ഈ ജനറേറ്റിംഗ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇതായിരുന്നു ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഇനി അതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ഈ ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ ടി റേസ് ടു എന്നിന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം നമുക്ക്. ടി റേസ് ടു എന്നിന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് ടി റേസ് ടു n ആണ്. കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് ടി റേസ് ടു n. അപ്പൊ നമുക്കറിയാം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ടി റേസ് ടു എന്നിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യാൻ പോകും. ഇവിടത്തെ എക്സ് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? എക്സ് ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി പി എൻ ഓഫ് എക്സ് ഇൻറ്റു ടി റേസ് ടു n മൈനസ് ടി ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി പി എൻ ഓഫ് എക്സ് ഇൻറ്റു ടി റേസ് ടു n ഈക്വൽ ടു, നമ്മുടെ ഈ സൈഡ് ഇങ്ങനെ ഉണ്ടാവും.
അപ്പൊ ഞാൻ എഴുതി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് t⁻n കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാൻ പോവാണ് നമ്മൾ. ഈ ടേമിൽ t⁻n കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ടേമിൽ t⁻n കോഎഫിഷ്യന്റ് എന്തായിരിക്കും? x ഇൻറ്റു Pn ഓഫ് x ഇൻറ്റു കോഎഫിഷ്യന്റ് അല്ലേ, അപ്പൊ t⁻n എഴുതേണ്ട കാര്യമില്ല. x ഇൻറ്റു Pn ഓഫ് x. ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇതില് നമ്മളെ ഇത് t⁻n+1 കോഎഫിഷ്യന്റ് ആണ് അല്ലേ. ഇവിടെ നോക്ക്, ഇത് ഈ t മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം നമുക്ക് Pn ഓഫ് x ഇൻറ്റു t⁻n+1. അപ്പൊ n+1 കോഎഫിഷ്യന്റ് ആണ് Pn ഓഫ് x. അപ്പൊ n കോഎഫിഷ്യന്റ് എന്തായിരിക്കും? t⁻n കോഎഫിഷ്യന്റ് Pn−1 ഓഫ് x എന്നല്ലേ വരിക. അപ്പൊ അത് മൈനസ് Pn−1 ഓഫ് x വരും. ഇനി നമ്മുടെ റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡ് വൃത്തിയില്ലാതെ, സോറി, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് x-t into summation n equal to 0 to infinity Pn of x into t⁻n, which is equal to 1 minus 2xt plus t square into summation n equal to 1 to infinity n into Pn of x into t⁻n−1. n-1 എന്നല്ലേ. അപ്പൊ നമ്മൾ കോഎഫിഷ്യൻസ്, അപ്പൊ നമ്മൾ ഇത് എഴുതുവാണെങ്കിൽ ഇങ്ങനെ വരും അല്ലേ. ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് എഴുതിയാൽ x ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി Pn ഓഫ് x ഇൻറ്റു t⁻n മൈനസ് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി Pn ഓഫ് x ഇൻറ്റു t⁻n+1, which is equal to summation n equal to 1 to infinity n into Pn of x into t⁻n−1 minus 2x into summation n equal to 1 to infinity Pn of x into t⁻n plus summation n equal to 1 to infinity n into Pn of x into n-1 plus 1 എന്ന് പറയുമ്പോൾ t⁻n+1 ഇങ്ങനെയല്ലേ വരിക. അപ്പൊ ഇതിന്ന് കമ്പയർ ദ കോഎഫിഷ്യൻസ് ഓഫ് t⁻n കോഎഫിഷ്യന്റ്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ t⁻n തന്നെ കോഎഫിഷ്യന്റ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? x ഇൻറ്റു
പി എൻ ഓഫ് എക്സ്. ഇവിടെ n പ്ലസ് വണ്ണിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് പി എൻ ഓഫ് എക്സ്. അപ്പോൾ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് പി എൻ മൈനസ് വൺ ഓഫ് എക്സ് സമ്മേഷൻ. അപ്പോൾ പി എൻ മൈനസ് വൺ ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ n മൈനസ് വണ്ണിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് പി എൻ ഓഫ് എക്സും എന്നും. അപ്പോൾ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? n പ്ലസ് വൺ ഇൻറ്റു പി എൻ പ്ലസ് വൺ പി എൻ പ്ലസ് വൺ ഓഫ് എക്സ്. അതേപോലെ ഇത് ടി റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് തന്നെയാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? മൈനസ് 2x ഇൻറ്റു പി എൻ ഓഫ് എക്സ്. ഇവിടെ n പ്ലസ് വണ്ണിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എന്നും പി എൻ ഓഫ് എക്സ്. അപ്പോൾ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? പ്ലസ് n മൈനസ് വൺ ഇൻറ്റു പി എൻ മൈനസ് വൺ ഓഫ് എക്സ്. ഇങ്ങനെ നമുക്ക് എഴുതാൻ. അപ്പം ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എഴുതിയത് ഇത് വെച്ചിട്ട്, ഇതാണ് നമ്മുടെ LHSൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് എഴുതി n പ്ലസ് വൺ ഇൻറ്റു പി എൻ പ്ലസ് വൺ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താവും? എക്സ് ഇൻറ്റു പി എൻ ഓഫ് എക്സ് മൈനസ് പി എൻ മൈനസ് വൺ ഓഫ് എക്സ് മൈനസ് 2x ഇൻറ്റു പി എൻ ഓഫ് എക്സ് പ്ലസ് n മൈനസ് വൺ ഇൻറ്റു പി എൻ മൈനസ് വൺ ഓഫ് എക്സ്. അപ്പോൾ ഇതൊന്ന് എഴുതിയാൽ ഇത് എന്നിൻ്റെ എഴുതുമ്പോൾ എക്സ് മൈനസ് 2x ഇവിടെ ഒരു n ഉണ്ടായിരുന്നു അല്ലേ പിള്ളേരെ? ഒരു n ഇൻറ്റു പി എൻ ഓഫ് എക്സ് ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെ ഞാൻ ഒരു n ഇടാൻ മറന്നു പോയിട്ടുണ്ടേ. ഇവിടെ ഒരു n ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് പുറത്തെടുത്താൽ സോറി, ഇനി ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവേ. അപ്പോൾ 1 പ്ലസ് 2n ഇൻറ്റു പി എൻ ഓഫ് എക്സ്. ഇവിടെ മൈനസ് ആവുമ്പോൾ ഇത് എന്താവും? പ്ലസ് മൈനസ് 1 മൈനസ് n പ്ലസ് 1 ഇൻറ്റു പി എൻ മൈനസ് വൺ ഓഫ് ഈക്വൽ ടു എന്ത് കിട്ടും? 2n പ്ലസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു പി എൻ ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് 1 പോയി മൈനസ് n ഇൻറ്റു പി എൻ മൈനസ് വൺ ഓഫ്. ഇതായിരുന്നു നമ്മുടെ പാർട്ട് ബി. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അസ്യൂം. അത് ശരിക്കും നമ്മുടെ റോഡ്രിക്സ് ഫോർമുലയെന്നാണ് കേട്ടോ. പി നോട്ട് ഓഫ് എക്സിൻ്റെയും പി വൺ ഓഫ് എക്സിൻ്റെയും വാല്യൂ കിട്ടിയ. എന്തായിരുന്നു നമ്മുടെ റോഡ്രിക്സ് ഫോർമുല? റോഡ്രിക്സ് ഫോർമുല എന്തായിരുന്നു? പി എൻ ഓഫ് എക്സ് ഈക്വൽ ടു 1/2 raised to n into n factorial d raised to n by dx raised to n x square minus 1 the whole raised to n. ഇതിന് p naught of x എന്ന് പറയുമ്പോൾ n-ന് 0 കൊടുത്താൽ എന്താവും? 1/2 raised to 0 1 0 factorial 1 into d by dx of d. അവിടെ ഒന്നുമില്ല, അതും ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 1 കിട്ടും. പി വൺ ഓഫ് എക്സ് ഓഫ് 1/2 into 1 factorial 1 d by dx of x square minus 1 which is equal to
1/2 into 2x which is equal to x. അതിൽ നിന്നാണ് കേട്ടോ 1 എക്സ് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? യൂസിങ് ദ റെക്കർഷൻ ഫോർമുല. ചോദ്യം തന്നിട്ട് ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് P2 P3 ഒക്കെ കണ്ടുപിടിക്കാം. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടിയ റെക്കർഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് P2 P3 P4 കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ റെക്കർഷൻ ഫോർമുല എന്തായിരുന്നു? ഇതാണ് n+1 into Pn+1 of x equal to 2n+1 x into Pn of x minus n into Pn minus 1 of x. അപ്പൊ നമ്മൾ നോക്കാം. put n equal to 0. n 0 കൊടുത്താൽ എന്താ നമുക്ക് കിട്ടുക? 1 into P2 of x is equal to x into P naught of x minus ആ ടേം 0 ആയിപ്പോയി അല്ലേ? 0 which is equal to x into P naught of x. അതിൽ P naught of x ന്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം, 1 which is equal to P2 of x equal to sorry n minus 1 ടേം ഉണ്ടാവില്ലല്ലോ. റിക്കർഷൻ ഫോർമുലയിൽ 2 ടേമും വരണം. കാരണം പി നോട്ടും P1 നമുക്കറിയാലോ. പി നോട്ടും P1 വെച്ചിട്ടല്ലേ, സോറി കേട്ടോ, പി നോട്ടും P1 വെച്ചിട്ടല്ലേ നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? P2ന്റെ വാല്യൂ. അങ്ങനെയുള്ളത് തന്നെയല്ലേ. തൊട്ട് മുമ്പത്തെ ടേമുകൾ വെച്ചിട്ട് നമ്മൾ ബാക്കി ടേം കണ്ടുപിടിക്കല്ലേ. അപ്പൊ പി നോട്ടും P1 നമുക്കറിയാം. അപ്പൊ P2 തൊട്ടിട്ട് കണ്ടുപിടിക്കാൻ പുട്ട് n ഈക്വൽ ടു 1. എഴുതിയത് തെറ്റിപ്പോയതാണേ. n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 into P2 of x equal to 3x into P naught of x minus Pn minus 1. n minus 1 sorry minus 3x into n 1 അല്ലേ? അപ്പോൾ P1 of x minus 1 into P naught of x. P1 ഉം P naught നമുക്കറിയാം. അതായത് 3x into x. 3x square minus 1. Therefore P2 of x equal to 1/2 അല്ല 1/2 into 3x square minus 1. P2 കണ്ടുപിടിച്ചു. ആണല്ലോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ P2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇതേപോലെ P3യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി n ഈക്വൽ ടു 2 കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടും 3 into P3 of x equal to 5x into P2 of x minus 2 into P1 of x. 5x into P2 എന്ന് പറയുമ്പോൾ 1/2 into 3x square minus 1 minus 2x. ഇതെന്ന് പറഞ്ഞ 1/2 into എന്തൊരു 15x cube minus 5x/2 minus 2x. അതായത് 15/2 into x cube minus 9x/2. ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് 3/2 പുറത്തെടുക്കാം അല്ലെ. 3/2 പുറത്തെടുത്തത് 5x cube 3/2 x പുറത്തെടുക്കാം. ഇത് 5x square minus 3 എന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെ ഇനി P3 P2 ഉപയോഗിച്ച് നിങ്ങൾ P4 of x ഉം
P5 ഓഫ് എക്സും കണ്ടുപിടിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ.